ഇന്നാണ് ഞാൻ പറഞ്ഞ ഹൗസ് വാമിങ് കേട്ടോ. അപ്പോൾ ഞാനും നിഷാദും അനുമോനും കൂടിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഗിഫ്റ്റായിട്ട് കാസറോളാണ് കൊണ്ടുപോകുന്നത്. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടി പറയാൻ കേട്ടോ. കാരണം മുമ്പത്തെ വീഡിയോ കാണാത്തോലും ഈ വീഡിയോ കാണുന്നുണ്ടാവും. നാത്തൂൻ്റെ കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലാണ് ഹൗസ് വാമിങ്. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടാൽ ഫുള്ളായിട്ട് മനസ്സിലാവും. ആ വീഡിയോ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഞങ്ങൾ ചെന്ന് നേരെ ഫുഡ് കഴിക്കാനിരുന്നു. നല്ല അടിപൊളി ബീഫ് ബിരിയാണി ചിക്കൻ ചില്ലിയൊക്കെ ആയിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികം നമ്മൾ വീട് കാണാൻ വേണ്ടി കയറും. അപ്പോൾ ഇത് ഹൗസ് വാമിങ്ങിൻ്റെ ആ ദിവസം എടുത്ത വീഡിയോ അല്ല, നമ്മൾ തലേ ദിവസത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ആ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്കും കൂടി വീട് ഫുള്ളായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റീല് ഞാനിതിൽ ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഹൗസ് വാമിങ്ങിൻ്റെ അന്നത്തെ ദിവസം ഞാൻ തിരക്ക് ദിവസം ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു വീഡിയോ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോനെ പറ്റിയിട്ടൊന്നും ആലോചിച്ചിട്ടില്ല. ഹൗസ് വാമിങ് ദിവസം ആ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ വീടിൻ്റെ അകമൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് വർക്ക് ഏരിയ ആണ് കേട്ടോ. അതും അടിപൊളിയായി, എനിക്ക് നല്ലോണം ഇഷ്ടമായി. നല്ല സൗകര്യമുള്ളൊരു വീട് തന്നെയാണ്. വീട്ടിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇതേപോലെ ഫുൾ പണികൾ കഴിഞ്ഞിട്ടിരിക്കാനുണ്ടോ. അപ്പോൾ മോളോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതുപോലെ മാമൻ്റെ മോളാണ് കേട്ടോ, അതായത് ഹൗസ് വാമിങ് ഉള്ള മാമൻ്റെ മോള്. ഓള് വഴിയാണ് ഞങ്ങളെ ബന്ധം ഒന്നും കൂടി ഇങ്ങനെ അടുത്തത്. അതായത് ഞാൻ കേക്കിൻ്റെ വർക്കൊക്കെ ചെയ്തിരുന്ന സമയത്ത് ഓളെ ബർത്ത്ഡേ കേക്കൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ബന്ധം വളർന്ന് വലുതായതാണ് കേട്ടോ. ഇവിടെ തേങ്ങലും കരച്ചിലൊക്കെ ഞാൻ കുറച്ചു നേരം വീഡിയോ എടുത്തിരുന്നു. നിഷാദൊന്നും എടുത്തതിൻ്റെ പേരിലാണ് ഈ സങ്കടവും തേങ്ങലും കരച്ചിലൊക്കെ കേട്ടോ. അവിടുന്ന് തിരിച്ച് മാളിക്കൊന്നൊക്കെ എത്തി നേരെ എൻ്റെ മാമൻ്റെ കൂടെ നിന്ന് പോയി. അവിടെ പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് കാണാൻ വേണ്ടി കയറി. പിന്നെ സൈനമാർക്ക് കണ്ടു ഈ ഒരു പോക്ക്. സൈനമാർക്ക് എത്തണമെങ്കിൽ ഇതേപോലെ റബ്ബറൊക്കെ താണ്ടി പോകണം. അല്ലാതെയും വൈകളുണ്ട്, പക്ഷെ നമുക്ക് ഷോർട്ട് കട്ടല്ലേ ഇഷ്ടം. പെമ്പിനെ വന്നിക്കൂന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും സുനീറ അങ്ങനെ വെറുതെ ഇറങ്ങിയതാണ്. ഇറങ്ങലില്ല, ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും കയറിയിട്ടുള്ളൂ. തിരിച്ചു വരുമ്പോൾ കണ്ടില്ലേ നമുക്കൊരു സുന്ദരി ഓർക്കാപ്പുളിയൊക്കെ തരുന്നു. ഇതിൻ്റെ കസിൻ്റെ കുട്ടിയാണ് കേട്ടോ. എന്നെ കണ്ടപ്പോൾ ഓൾ ഓർക്കാപ്പുളി കയ്യിൽ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് തന്നു. പിന്നെ വീണ്ടും ഞങ്ങൾ മാറ്റി ഒരുങ്ങിയതാ മണ്ണാർക്കാട് പോവുകയാണ്. ഞാനും സുനീറയും അനുമോനും ഉണ്ട്. കാര്യം വേറെ ഒന്നുമല്ല, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. സുഡിയയിൽ കയറി 1-2 ടോപ്പ് എടുത്തു. അതൊക്കെ തന്നെ. ഈ ഒരു ടീഷർട്ട് എനിക്ക് കണ്ടപ്പോൾ നല്ലോണം ഇഷ്ടമായി. പിന്നെ ഭയങ്കര റേറ്റ് കുറവും. അപ്പോൾ പിന്നെ ഞാനത് അങ്ങോട്ട് എടുത്തിട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ നമ്മളെ ഷിബിലി ഉണ്ടായിരുന്നു അവിടെ. ഷിബിലി ആരാന്നറിയാത്തവർക്ക് കുഞ്ഞാവിടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. വന്നാൽ പിന്നെ ഇവരപ്പം തന്നെ കാരണം വീഡിയോ ഫസ്റ്റ് മുതൽ കാണുന്നവർക്ക് ഓലെ കണ്ടാൽ അറിയണ്ടാവും. സുനീറ കുറച്ച് ടോപ്പൊക്കെ നോക്കി. ഇതാണ് അവൾക്ക് ഇഷ്ടമായത്, എനിക്കും ഇത് ഇഷ്ടമായത്, അത് എടുത്തിട്ടോ. പിന്നെ ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. ഈ ഒരു ഷെയ്ഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി. ആ ടൈമിൽ ഓക്കെ ആയിട്ട് തോന്നിയില്ലെങ്കിലും ഇപ്പോൾ വീഡിയോ കാണുന്ന ടൈമിൽ കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ഷോപ്പിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ക്യൂലോഞ്ച് പോയി. അവിടുന്ന് സുനീറാക്ക് 2-3 ടോപ്പ് എടുത്തു കേട്ടോ. സുനീറാൻ്റെ ഷോപ്പിംഗ് എന്തിനാന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയാം. ഇത് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. വന്ന് നല്ല സ്നേഹത്തിൽ സംസാരിച്ചു കേട്ടോ. ആൾ ടീച്ചറാണ്, കൊമേഴ്സ് ടീച്ചറാണെന്ന് പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ. പുത്തൂർ എവിടെയാണ് സ്ഥലം കേട്ടോ. എന്തായാലും കണ്ടതിലും വന്ന് മുണ്ടിയിലൊക്കെ സന്തോഷം. ബസ് വരാനായതുകൊണ്ട് തന്നെ കുപ്പിയോളം വാങ്ങി അവിടെ നിന്നു. ഇത് സുനീറാൻ്റെ ഫ്രണ്ടും വൈഫാണ്. ഓല് ഞങ്ങളെ കണ്ടപ്പോൾ കുറച്ചേരം വർത്താനം പറഞ്ഞ് നിന്നാണ് കേട്ടോ. ന്യൂ കപ്പിൾസ് ആണ് കേട്ടോ. ഓല് വർത്താനം കഴിഞ്ഞ് പോയതിന് ശേഷമാണ് ബസ് അന്നത്തെ ദിവസം ഇല്ലാന്ന് മനസ്സിലാക്കിയത്. പിന്നെ ഏതായാലും ഞങ്ങൾക്കൊരു ബാഗും കൂടി വാങ്ങാണ്ടായിരുന്നു. അതും വാങ്ങി മോനെയും വിളിച്ച് ചായ കുടിച്ച് നേരെ പെരിക്കോയി. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.